അങ്ങനെ അർജുനൻ തന്റെ 10 നാമങ്ങളും ഉത്തരനോട് വിവരിച്ചു. എന്നെപ്പോലെ വെളുത്ത നിറം ആർക്കുമില്ലാത്തതുകൊണ്ട് ഞാൻ അർജുനനായി. ബൽഗുണി നക്ഷത്രത്തിൽ ജനിച്ചതിനാൽ ഞാൻ ബൽഗുണനായി. ദേവന്മാർക്കും മനുഷ്യന്മാർക്കും ഒരേപോലെ ദുർവരനും ദുരാദർശനും ആയതിനാൽ ഇന്ദ്രപുത്രനും ആയതുകൊണ്ട് ഞാൻ ജിഷ്ണു അഥവാ ജയശീലൻ എന്ന പേരെനിക്ക് കിട്ടി. ദേവന്മാർക്ക് പോലും അജേയരായ അസുരന്മാരെ കൊന്നപ്പോൾ ദേവചക്രവർത്തിയായ ഇന്ദ്രൻ എന്റെ ശിരസിൽ കിരീടം വെച്ച് അലങ്കരിച്ചു. അന്നേരം എന്നെ എല്ലാവരും കിരീടി എന്ന് വിളിച്ചു. ആരോട് യുദ്ധം ചെയ്താലും പരാജയപ്പെടാത്തതുകൊണ്ട് വിജയൻ എന്ന പേരെനിക്ക് സിദ്ധിച്ചു. നാടാകെ ജയിച്ച് ധാരാളം ധനം സമ്പാദിക്കയാൽ ഞാൻ ധനഞ്ജയനായി. വെളുത്ത കുതിരകളെ മാത്രമേ എന്റെ രഥത്തിൽ പൂട്ടുകയുള്ളതുകൊണ്ട് ഞാൻ ശ്വേതവാഹനനായി. യുദ്ധത്തിൽ ഒരിക്കലും ഭീമത്സമായ കാര്യം ചെയ്യാത്തതിനാൽ എല്ലാവരും എന്നെ ഭീവത്സു എന്ന് വിളിച്ചു. ഗാണ്ഡീവം എന്ന എന്റെ വില്ല് വലിക്കുവാൻ എനിക്ക് ഇടതു കൈയിലും വലതു കൈയിലും ഒരേപോലെ സ്വാധീനമുണ്ട്. അതിനാൽ ദേവന്മാരും മർത്യരും എന്നെ സവ്യസാചി എന്ന് പറയുന്നു. കുന്തി ദേവിയായ എന്റെ അമ്മയ്ക്ക് പൃഥ എന്നുകൂടി പേരുണ്ടല്ലോ. പൃഥയുടെ പുത്രനായതുകൊണ്ട് ഞാൻ പാർത്ഥനായി. ഉത്തരന്റെ സംശയങ്ങളെല്ലാം അകന്നു. അവനെല്ലാം ബോധ്യമായി. സവ്യസാചിയായ കിരീടിയാണ് തന്റെ മുന്നിൽ നിൽക്കുന്നത്. വിജയൻ കൂടെയുള്ളപ്പോൾ ആരെ ഭയപ്പെടണം? ഉത്തരൻ ജിഷ്ണുവിനെ നമസ്കരിച്ചു. അവൻ ഫൽഗുണനോട് അറിയിച്ചു, പ്രഭു, എന്റെ ഭയമൊക്കെ തീർന്നു. ദേവന്മാരോട് പോലും എതിർക്കുവാൻ എനിക്ക് ധൈര്യം തോന്നുന്നു. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ആജ്ഞാപിച്ചാൻ. അർജുനൻ ചിരിച്ചുകൊണ്ട് ഉത്തരനെ ആശ്ലേഷിച്ചിട്ട് പറഞ്ഞു, നീ തേർത്തെളിച്ചാൽ മാത്രം മതി. ഞാൻ കൗരവന്മാരോട് ഏറ്റുമുട്ടിക്കൊള്ളാം. ആയുധങ്ങളെല്ലാം രഥത്തിൽ എടുത്തു വെച്ചു. അർജുനനും ഉത്തരനും രഥത്തിൽ കയറി. ഉത്തരൻ കുതിരകളുടെ കടിഞ്ഞാൻ കയ്യിലെടുത്തു. പാർത്ഥൻ കൈകളിലുണ്ടായിരുന്ന വളകൾ ഊരിമാറ്റി. വെള്ളവസ്ത്രം തലയിൽ കെട്ടി. ഉടുമ്പിൻ തോലിന്റെ കയ്യിറ കയ്യിലിട്ടു. പടച്ചട്ട ധരിച്ചു. തന്റെ രഥത്തെ അലങ്കരിക്കേണ്ട വാനരക്കൊടി ധ്യാനിച്ചു. ഉടനെ വാനരത്തിന്റെ അടയാളമുള്ള കൊടി മറ്റു കൊടികളോടുകൂടി ഉയർന്നു വന്ന് രഥത്തിൽ ഉറച്ചു നിന്നു. അവൻ അസ്ത്രങ്ങളെ തൊട്ടുവന്നിച്ച് പാർത്ഥസാരഥിയെ മനസ്സിൽ സ്മരിച്ചു. അനേകായിരം കാലാൾ, തേര്, കുതിര, ആന തുടങ്ങി വളരെ വിപുലമായ കൗരവ സൈന്യത്തോട് ഒറ്റയ്ക്ക് ഏറ്റുമുട്ടുവാൻ തയ്യാറായ സവ്യസാചിയോട് ഉത്തരൻ വിനീതനായി ചോദിച്ചു, പ്രഭു, എനിക്കൊരു സംശയം. കൗരവപ്പട വളരെ വലുതാണ്. അക്കൂട്ടത്തിൽ അസ്ത്രശസ്ത്ര വിശാരദന്മാരായ അനേകം പരാക്രമികളുണ്ട്. അങ്ങ് ഒറ്റയ്ക്ക് എങ്ങനെ അവരെ ജയിക്കും? ഇതേപ്പറ്റി ചിന്തിക്കുമ്പോൾ ഞാൻ ഭയകാന്തരനാകുന്നു. ഉത്തരന്റെ ചോദ്യം കേട്ട് അർജുനൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഉത്തര, ഗാണ്ഡവ വനത്തിൽ വെച്ച് ദേവേന്ദ്രന്റെ നേതൃത്വത്തിൽ എന്നോട് എതിർത്ത ദേവന്മാരെ ഒറ്റയ്ക്ക് ഞാൻ തോൽപ്പിച്ചില്ലേ? ഗന്ധർവ രാജാവായ ചിത്രരഥനെ ഞാൻ ജയിച്ചില്ലേ? നിവാദ കവചന്മാരെയും കാലകേയന്മാരെയും ഞാൻ കൊന്നൊടുക്കിയില്ലേ? കൃഷ്ണ സ്വയംവരത്തിൽ പല മന്നന്മാരോടും എനിക്ക് എതിർക്കേണ്ടി വന്നില്ലേ? അന്നൊക്കെ എന്നെ സഹായിച്ചത് ആരാണ്? ആ ശക്തി തന്നെ എന്നെ ഇപ്പോഴും സഹായിക്കും. ആചാര്യനായ ദ്രോണൻ, ഇന്ദ്രൻ, വൈശ്രവണൻ, യമൻ, വരുണൻ, അഗ്നി, ക്രൂപൻ, കൃഷ്ണൻ, പരമശിവൻ തുടങ്ങിയവരെ സേവിച്ചവനായ എനിക്ക് ഈ കൗരവന്മാരെ ഒറ്റയ്ക്ക് എതിർക്കുവാൻ കഴിവില്ലെന്നാണോ നീ വിചാരിക്കുന്നത്? എടോ വീര, നീ ഭയപ്പെടേണ്ട. നിന്റെ ഹൃദയജ്വരം കളയുക. അർജുനന്റെ മറുപടി ഉത്തരന് ധൈര്യം പകർന്നു. അർജുനൻ തെളിച്ചു കൊണ്ടുവന്ന തേര് ചുടുകാട്ടിന് സമീപം നിന്നു മുതൽ കൗരവർ അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സ്ത്രീയുടെ വേഷങ്ങൾ അണിഞ്ഞ ഒരു ആജാനുബാഹു തേരിന്റെ സാന്നിധ്യം വഹിക്കുന്നു. കേവലം യുവാവായ ഒരുവൻ തേരിലിരിക്കുന്നു. അവനിറങ്ങി ഓടുന്നു. സ്ത്രീ വേഷധാരി അവനെ പിടിച്ചു വലിച്ച് തേരിൽ കയറ്റുന്നു. അവരെ ശമീവൃക്ഷത്തിൽ നിന്നും എന്തൊക്കെയോ എടുക്കുന്നു. ഈ വിധത്തിൽ നടന്നതെല്ലാം സശ്രദ്ധ നോക്കിക്കൊണ്ടിരുന്ന ദുര്യോധനാദികൾ സ്ത്രീവേഷക്കാരൻ അർജുനനാണോ എന്ന് സംശയിക്കാതിരുന്നില്ല. എങ്കിലും അവരൊന്നും സൂക്ഷ്മമായി മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അർജുനനെ ഓർത്ത് അവർ ഭയപ്പെടുകയും ചെയ്തു. അപ്പോൾ കൗരവരുടെ പാളയത്തിൽ പല വിധത്തിലുള്ള ദുശകുനങ്ങൾ കാണുകയുണ്ടായി. ഒരു ഘോരമായ യുദ്ധം ആസന്നമായിരിക്കുന്നു എന്നാണ് ഈ ദുശകുനങ്ങൾ സൂചിപ്പിക്കുന്നതെന്ന് ദ്രോണർ പറഞ്ഞു. അങ്കനാ വേഷധാരിയായി തേർതെളിച്ചു കൊണ്ടുവന്ന അർജുനനാണെന്നും കിരാത വേഷധാരിയായി വന്ന മഹാദേവനോട് പോലും യുദ്ധം ചെയ്ത അദ്ദേഹത്തെ സന്തോഷിപ്പിച്ച വിജയൻ അജയ്യനാണെന്നും അദ്ദേഹം തീർത്തു പറഞ്ഞു. എന്നാൽ കർണനും ദുര്യോധനനും ദ്രോണരുടെ അഭിപ്രായം പുച്ഛിച്ച് തള്ളിക്കളഞ്ഞു. അർജുനൻ ദേവലോകത്തു നിന്ന് തനിക്ക് ലഭിച്ച ദേവദത്തം എന്ന ശംഖ് വിളിച്ചു. പർവ്വതം പോലും പിളരുന്ന വിധം ഭയങ്കരമായിരുന്നു അതിൻ്റെ ശബ്ദം. ഇത് കേട്ട് ഉത്തരൻ നടുങ്ങി തേർത്തട്ടിൽ ഇരുന്നു പോയി.
അർജുനൻ അവനെ സമാശ്വസിപ്പിച്ച് ഉത്സാഹഭരിതനാക്കി. അതിനുശേഷം ജിഷ്ണു ഗാണ്ഡീവം കയ്യിലെടുത്തു കുലച്ചു. ഞാൻ കിട്ടിയ ഗാണ്ഡീവം ഒന്നുലച്ചപ്പോൾ ആരെയും കിടിലം കൊള്ളിക്കുന്ന ഒലിയുണ്ടായി. ആ മുഴക്കം കേട്ട് കൗരവ സൈന്യത്തിലുണ്ടായിരുന്ന കുതിരകൾ മുട്ടുകുത്തി. വലിയ വൃക്ഷങ്ങൾ പോലും കുലുങ്ങി. കൗരവ നേതാക്കന്മാരുടെ സംശയമെല്ലാം തീർന്നു. സ്ത്രീവേഷത്തിൽ കണ്ടത് അർജുനൻ തന്നെയാണ്. അവൻ തങ്ങളോട് യുദ്ധം ചെയ്യുവാൻ തയ്യാറായി വന്നിരിക്കുന്നുവെന്ന് അവർക്ക് ബോധ്യമായി. പശുക്കളെ വിട്ടുകൊടുത്ത് യുദ്ധം ഒഴിവാക്കുന്നതാണ് അഭികാമ്യമെന്ന് ദ്രോണൻ വീണ്ടും വ്യക്തമാക്കി. ദുര്യോധനന് ഭയത്തിന് പകരം സന്തോഷമാണ് ഉണ്ടായത്. അജ്ഞാതവാസം തീരുന്നതിന് മുമ്പായി അർജുനനോടായാലും യുദ്ധം ചെയ്യുക തന്നെ ദുര്യോധനൻ തീർത്തു പറഞ്ഞു. കർണനും ദുര്യോധനന്റെ അഭിപ്രായത്തെ അനുകൂലിച്ചു. ഈ യുദ്ധത്തിൽ ദ്രോണാചാര്യർക്ക് വൈമുഖ്യമുണ്ടെങ്കിൽ അദ്ദേഹം പിന്നണിയിലേക്ക് പോയിക്കൊള്ളട്ടെ. അർജുനനെ സമുദ്രത്തെ കരയെന്ന മാതിരി ഞാൻ തൊടുത്തു നിർത്തും. ഞാൻ പാർത്ഥനേക്കാൾ ഒട്ടും താഴെയല്ല. ഇങ്ങനെ കർണൻ പറഞ്ഞു. ദുര്യോധനന്റെ അമ്മാവനായ ശകുനിയും അർജുനനെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുവാൻ കഴിയുമെന്നുള്ള വിശ്വാസക്കാരനായിരുന്നു. എല്ലാവരെയും യുദ്ധം ചെയ്യുവാൻ ശകുനി പ്രേരിപ്പിക്കുകയും ചെയ്തു. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നിന്നിരുന്ന കൃപാചാര്യനും ദ്രോണപുത്രനായ അശ്വത്ഥാമാവും ഇപ്പോൾ യുദ്ധം ചെയ്യുന്നത് ഒഴിവാക്കണമെന്നുള്ള അഭിപ്രായക്കാരായിരുന്നു. അവസാനം മഹാമയനായ ഭീഷ്മ പിതാമഹൻ തന്നെ യുദ്ധത്തിന്റെ ദോഷത്തെക്കുറിച്ച് ദുര്യോധനനോട് പറയുകയും പാണ്ഡവരുടെ അജ്ഞാതവാസത്തിന്റെ 1 വർഷം തലേന്ന് പൂർത്തിയായെന്ന് കണക്കുകൂട്ടി പറയുകയും ചെയ്തു. ഭീഷ്മരോട് ദുര്യോധനനും മറ്റും വെറുപ്പുണ്ടായതല്ലാതെ അദ്ദേഹത്തിന്റെ ഉപദേശത്തിന് അവരാരും ഒരു വിലയും കൽപ്പിച്ചില്ല. ദുര്യോധനൻ ആരുടെയും ഉപദേശമോ നിർദ്ദേശമോ അംഗീകരിക്കുവാൻ തയ്യാറായില്ല. അവനും കർണനും ശകുനിയും യുദ്ധം ചെയ്തേ മതിയാവൂ എന്ന് നിർബന്ധം പിടിച്ചപ്പോൾ മഹാമയൻ ഭീഷ്മരും മഹാഗുരു ദ്രോണരും മഹാ ആചാര്യനായിട്ടുള്ള കൃപരും തുടങ്ങിയ എല്ലാവരും വഴങ്ങേണ്ടി വരേണ്ടി വന്നു. കൗരവപക്ഷത്തെ പ്രമാണികൾ ഇപ്രകാരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അർജുനന്റെ രഥം അവരുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞു. ദുര്യോധനൻ പെട്ടെന്നൊരു വ്യൂഹം ചമച്ചു. കർണൻ മുന്നിലും അശ്വത്ഥാമാവ് കർണന്റെ പിന്നിലും കൃപൻ മധ്യത്തിലും ഭീഷ്മരും ദ്രോണരും ഇരുഭാഗങ്ങളിലും ദുര്യോധനൻ ഏറ്റവും പിന്നിലുമായിട്ടാണ് നിൽപ്പുറച്ചത്. ചുറ്റിലും ആയുധമേന്തിയ കാലാൾപ്പടയിൽ അശ്വാരൂഢരും ഗജാരൂഢരുമായ യോദ്ധാക്കളുമുണ്ടായിരുന്നു. ശത്രുവ്യൂഹത്തിന്റെ മുന്നിലെത്തിയ അർജുനൻ ദുര്യോധനനെയാണ് ആദ്യം തിരഞ്ഞത്. സുയോധനൻ പിന്നിലാണെന്നറിഞ്ഞപ്പോൾ അവന്റെ അടുത്തേക്ക് രഥം നയിക്കുവാൻ ഉത്തരനോട് ആവശ്യപ്പെട്ടു. ശത്രു സൈന്യങ്ങളുടെ മധ്യത്തിലൂടെ ദുര്യോധനനെ ലക്ഷ്യമാക്കി മിന്നൽ പിണറിന്റെ വേഗതയോടെ ഉത്തരൻ രഥം പായിച്ചു. അർജുനൻ ദുര്യോധനനോട് ഏറ്റുമുട്ടി. വിശന്നു പൊരിയുന്ന വ്രാക്രം മാനിന്റെ മേൽ ചാടി വീഴുന്നത് പോലെയായിരുന്നു അർജുനന്റെ ആക്രമണം. അധിക നേരം അതിനെ എതിർത്ത് നിൽക്കുവാൻ ദുര്യോധനന് കഴിഞ്ഞില്ല. അവന്റെ തേര് പൊളിഞ്ഞു. സൂതൻ മരിച്ചു വീണു. കുതിരകൾ വിരണ്ടോടി. ആയുധങ്ങളെല്ലാം തകർന്നു. ദുര്യോധനൻ അവിടെ നിന്നും ജീവനും കൊണ്ടോടി. ഇത് കണ്ടു നിന്ന കർണൻ അർജുനനോട് ഏറ്റുമുട്ടി. ഇവർ തമ്മിലുള്ള യുദ്ധം അത്യന്തം ഭയങ്കരമായിരുന്നു. അത് വളരെ സമയം നീണ്ടു നിൽക്കുകയും ചെയ്തു. പക്ഷേ അമാനുഷിക ശക്തിയോടെ പോരാടിക്കൊണ്ടിരുന്ന അർജുനന്റെ മുന്നിൽ കർണൻ മുട്ടുകുത്തി. ആയുധങ്ങളെല്ലാം നഷ്ടപ്പെട്ട് അവശനായ അവൻ ഓടുക തന്നെ ചെയ്തു. കർണൻ ഓടുന്നത് കണ്ടപ്പോൾ കൃപാചാര്യൻ അർജുനന്റെ നേർക്ക് തിരിഞ്ഞു. അദ്ദേഹം തന്റെ ഗുരുവായതുകൊണ്ട് ഗുരുവിനെ വന്ദിക്കുന്നുവെന്ന് സങ്കല്പിച്ച് ആദ്യമായ 2 ബാണങ്ങൾ അർജുനൻ അയച്ചു. അത് രണ്ടും കൃപന്റെ പാദങ്ങളോട് ചേർന്ന് ഭൂമിയിൽ തറച്ചു നിന്നു. തന്നെ വന്ദിക്കുകയാണ് അർജുനൻ ചെയ്തതെന്ന് കൃപാചാര്യർക്ക് മനസ്സിലായി. അദ്ദേഹം തന്റെ ശിഷ്യനെ മനസ്സാലെ ശ്ലാഘിച്ചു. എങ്കിലും കൗരവപക്ഷത്ത് നിൽക്കുന്ന താൻ ഉൾപ്പെടെയുള്ളവരുടെ അഭിമാനം കാക്കേണ്ടത് തന്റെ ചുമതല ആയതുകൊണ്ട് കൃപൻ യാതൊരു ദാക്ഷിണ്യവും കൂടാതെ അർജുനനോട് ഏറ്റുമുട്ടി. അസ്ത്രവിദ്യയിൽ അപാരമായ വൈദഗ്ധ്യമുള്ള കൃപനും സവ്യസാചിയും തമ്മിലുണ്ടായ യുദ്ധം അത്ഭുതകരവും അസാധാരണവുമായിരുന്നു. ഈ യുദ്ധം കാണുവാൻ ഇന്ദ്രാദി ദേവന്മാർ പോലും ആകാശത്തു വന്ന് നിരന്നു നിന്നു. കൃപൻ ഉഗ്രമായി പോരാടിയിട്ടും സവ്യസാചിയെ കീഴടക്കുവാൻ കഴിഞ്ഞില്ല. കൃപന്റെ എല്ലാ അസ്ത്രങ്ങളെയും എതിരസ്ത്രങ്ങൾ അയച്ച് ചിഹ്ന ഭിന്നമാക്കുവാൻ അർജുനന് കഴിഞ്ഞു. വളരെ സമയം യുദ്ധം നീണ്ടപ്പോൾ കൃപൻ ക്ഷീണിതനായി. അവസാനം ഗത്യന്തരമില്ലാതെ അദ്ദേഹം യുദ്ധത്തിൽ നിന്നും പിന്മാറുകയാണ് ഉണ്ടായത്. കൃപൻ പിന്മാറിയപ്പോൾ മഹാ ആചാര്യനായിട്ടുള്ള ദ്രോണൻ വില്ലും അമ്പുമായി ചുവന്ന കുതിരകളെ പൂട്ടിയ രഥത്തിൽ അർജുനന്റെ നേരെ പാഞ്ഞെടുത്തു. അത് കണ്ട അർജുനൻ തന്റെ ഗുരുവിന്റെ രഥത്തിന്റെ പാർശ്വഭാഗത്തേക്ക് തേര് തെളിക്കുവാൻ ഉത്തരനോട് ആവശ്യപ്പെട്ടു. ഉത്തരൻ അപ്രകാരം ചെയ്തു. അപ്പോൾ ശ്വേതവാഹനൻ പറഞ്ഞു, ഗുരു വന്ദനം. ഭവാൻ എന്നിൽ അനിഷ്ടം തോന്നരുത്. ഭവാൻ ഇങ്ങോട്ട് എയ്താൽ പിന്നെ മാത്രമേ ഞാൻ അങ്ങോട്ട് എയ്യുകയുള്ളൂ. ദ്രോണൻ 20-ൽ പരം അമ്പുകൾ അർജുനന്റെ നേരെ പ്രയോഗിച്ചു.
എന്നാൽ തൻ്റെ ശരീരത്തിൽ കൊള്ളുന്നതിന് മുമ്പ് തന്നെ കൈവേഗതയോടെ അർജുനൻ അസ്ത്രങ്ങൾ അയച്ച് ദ്രോണാസ്ത്രങ്ങളെയെല്ലാം തെറുപ്പിച്ചു കളഞ്ഞു. ഐന്ദ്രം, വാരുണം, വായവ്യം, പാർവതം, നാഗം, ഗരുഡം തുടങ്ങിയ ദിവ്യാസ്ത്രങ്ങൾ പാർത്ഥന്റെ നേർക്ക് ദ്രോണൻ അയച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ സവ്യസാചി അവയെല്ലാം പ്രത്യസ്ത്രങ്ങളാൽ നിർവീര്യമാക്കി കളഞ്ഞു. സമയം ദീർഘിക്കും തോറും ദ്രോണൻ തളരുവാൻ തുടങ്ങി. എന്നാൽ അർജുനന്റെ ശക്തിയും പൗരോഷവും കൂടിക്കൂടി വന്നതേയുള്ളൂ. ഇത് കണ്ട് ദേവന്മാർ പോലും അത്ഭുതപ്പെട്ടു. വിജയനെതിരായി ലോകത്തിൽ യാതൊരു ശക്തിയും ഇല്ലെന്ന് പോലും അവർക്ക് തോന്നി. ഏറെ നേരം യുദ്ധം ചെയ്തതിനു ശേഷം ദ്രോണൻ അവശനായി പിൻവാങ്ങി. ദ്രോണൻ പിൻവാങ്ങുന്നത് കണ്ട് സഹിച്ചു നിൽക്കുവാൻ അദ്ദേഹത്തിന്റെ പുത്രനായ അശ്വത്ഥാമാവിന് കഴിഞ്ഞിരുന്നില്ല. അവൻ അത്യന്തം വീറോടും വാശിയോടും കൂടി അർജുനനോട് ഏറ്റുമുട്ടി. ദ്രൗണി അസാധാരണമായ മഹാരഥന്മാരിൽ ഒരുവനാണ്. ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിക്കുന്നതിലും സമർത്ഥനാണ്. സാധാരണ യോദ്ധാക്കളൊന്നും അവനോട് എതിർക്കുവാൻ ശക്തരല്ല. എന്നാൽ അർജുനനോട് അവൻ ഏറ്റുമുട്ടിയപ്പോൾ അർജുനൻ അശ്വത്ഥാമാവിനെ നിരന്തരമായ അസ്ത്രപ്രയോഗം കൊണ്ട് വെള്ളം കുടിപ്പിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ അവന്റെ ശക്തിയും വീര്യവും ക്ഷയിക്കുവാൻ തുടങ്ങി. മഹാരഥനായിട്ടുള്ള കർണനും മഹാരഥന്മാരായിട്ടുള്ള കൃപനും മഹാരഥനായിട്ടുള്ള ദ്രോണർക്കും കഴിയാത്തതുപോലെയായിരുന്നു അശ്വത്ഥാമാവ് അർജുനനോട് ഏറ്റുമുട്ടിയത്. അർജുനനെ കുറച്ചെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ യുദ്ധത്തിൽ അത് അശ്വത്ഥാമാവാണെന്ന് പോലും തോന്നിപ്പോയി. അവസാനം ദ്രോണപുത്രനും അവന്റെ ശക്തിയും വീര്യവും ക്ഷയിക്കുവാൻ തുടങ്ങി. അവസാനം ദ്രോണപുത്രനും പിന്മാറി. കൗരവപക്ഷത്തെ പ്രമുഖരായവരെല്ലാം വിജയനോട് പരാജയപ്പെട്ട് പിന്മാറുന്നത് കണ്ടപ്പോൾ കൗരവപ്പടയുടെ വീര്യം നശിച്ചു. സൈന്യങ്ങൾ പരാജയഭീതി മൂലം വ്യൂഹം തകർത്ത് പലായനം തുടങ്ങി. അവർ പ്രാണഭീതി നിമിത്തം ഓടി ഒളിക്കുകയും ചെയ്തു. എന്നാൽ മഹാമയനായ ഭീഷ്മ പിതാമഹൻ അർജുനന്റെ വീരപരാക്രമങ്ങളെയെല്ലാം കണ്ട് ഒരു വൃക്ഷച്ചുവട്ടിൽ ഒഴിഞ്ഞുമാറി നിൽക്കുകയായിരുന്നു. പ്രമാണികളെയെല്ലാം തോൽപ്പിച്ചോടിച്ച കിരീടി ഭീഷ്മരെ ദൂരെ നിൽക്കുന്നതും കണ്ടു. ഭീഷ്മരുടെ അടുക്കലേക്ക് തേര് തെളിക്കുവാൻ ഉത്തരനോട് പറഞ്ഞു. അർജുനന്റെ തേര് ഭീഷ്മ സന്നിധിയിലെത്തി. അർജുനൻ ഭീഷ്മരോട് എതിരിട്ടു. ഇത് കണ്ട് കൗരവ സൈന്യാധിപന്മാർ ഓടിയൊളിച്ച് യോദ്ധാക്കളെ പ്രേരിപ്പിച്ച് ഭീഷ്മരോടൊപ്പം അർജുനനെ നേരിട്ടു. അർജുനൻ അസാമാന്യമായ വേഗതയോടെ അമ്പെയ്യുവാൻ തുടങ്ങി. അർജുനന്റെ വില്ലിൽ നിന്നു മാത്രമേ അമ്പെയ്യുന്നുള്ളൂ എന്ന് തോന്നത്തക്ക നിലയിൽ അത്രമാത്രം അമ്പുകൾ ബൽഗുണൻ ലാഘവത്തോടെ കൗരവ സൈന്യത്തിന്റെ മേൽ എയ്തു. അവർ എയ്ത അമ്പുകളെല്ലാം തടഞ്ഞു മുറിച്ചും തന്റെ അമ്പുകൾ ലക്ഷ്യം തെറ്റാതെ അവരുടെ മേൽ ചൊരിഞ്ഞും ആ സൈന്യത്തിന്റെ മിക്ക ഭാഗത്തെയും അവൻ കൊന്നൊടുക്കി. ശേഷിച്ചവർ ഓടിപ്പോയി. അവസാനം അർജുനനും മഹാമയനായ ഭീഷ്മനും കൂടി മാത്രമായി യുദ്ധം. എല്ലാവരും ആശ്ചര്യപ്പെടുമാർ അസ്ത്രശസ്ത്ര പാരംഗതരായ ഭീഷ്മ പിതാമഹനെ അർജുനൻ ക്ലേശിപ്പിച്ചു. അതുവരെ അശ്വത്ഥാമാവായിരുന്നു അർജുനന് വെല്ലുവിളിയെങ്കിൽ ഈ വൃദ്ധകാല ഭൈരവന്റെ മുമ്പിൽ അർജുനനൊന്നു പിടഞ്ഞു എന്ന് തന്നെ പറയാം. എന്നാലും അർജുനന്റെ വീര്യം കൂടിയതേയുള്ളൂ. അത്യന്തം രോമാഞ്ചകഞ്ചുകമായിരുന്നു ആ യുദ്ധം. അർജുനന്റെ തീക്ഷ്ണങ്ങളായ ശരങ്ങൾ കണ്ട് ഭീഷ്മരുടെ പോർച്ചട്ട പൊളിഞ്ഞു. അവസാനം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മുറിവേറ്റ് രക്തം പ്രവഹിച്ചു. മഹാമയൻ ഭീഷ്മരും സവ്യസാചിയായ അർജുനനോട് പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ മനസ്താപത്തോടെ പിൻവാങ്ങി. കൗരവരുടെ സർവ്വ സൈന്യാധിപൻ കുരുവംശത്തിന്റെ കോട്ട തന്നെ പിന്മാറിക്കഴിഞ്ഞപ്പോൾ അർജുനനെ ജയിക്കാമെന്നുള്ള കൗരവരുടെ മോഹാഗ്നി കെട്ടുതുടങ്ങി. എങ്കിലും അണയുവാൻ പോകുന്ന അഗ്നി ആളിക്കത്തുന്നത് പോലെ പരാജിതരായ എല്ലാ വീരന്മാരും സൈന്യങ്ങളും ചേർന്ന് ഒരുമിച്ച് അർജുനനെ എതിർത്തു. അർജുനൻ ഉടൻ തന്നെ അവരുടെ നേരെ സമ്മോഹനാസ്ത്രം പ്രയോഗിച്ച് ശംഖു വിളിച്ചു. ഇതിന്റെ ശബ്ദം നാനാ ദിക്കുകളിലും മാറ്റലി കൊണ്ടു. അത് കേട്ടപ്പോൾ സകല കൗരവന്മാരും മോഹാലസ്യപ്പെട്ടു. അവരുടെ കൈകളിൽ നിന്ന് വില്ലുകൾ താഴെ വീണു. അവരെല്ലാം ഭൂമിയിലും വീണു. അപ്പോൾ വിജയൻ ഉത്തരനോട് പറഞ്ഞു, ഉത്തര, നീ പോയി കൗരവരുടെ ഭംഗിയേറിയ വസ്ത്രങ്ങൾ അഴിച്ചെടുത്തു കൊണ്ടുവരിക. കൗരവരെ ജയിച്ചവരുടെ വസ്ത്രങ്ങൾ കൊണ്ടുവരണമെന്ന് നിന്റെ സോദരി ആവശ്യപ്പെട്ടില്ലേ? വേഗമാവട്ടെ. അവരെല്ലാം മോഹാലസ്യപ്പെട്ട് പിടയ്ക്കുകയാണ്. ഉത്തരൻ പോയി ദുര്യോധനന്റെയും കർണന്റെയും അശ്വത്ഥാമാവിന്റെയും വിചിത്ര വർണ്ണാങ്കികളുമായ വസ്ത്രങ്ങൾ അഴിച്ചെടുത്തു കൊണ്ടുവന്ന് തേരിൽ കരയേറി. എന്നാൽ അർജുനൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, തന്റെ ആചാര്യന്മാരായിട്ടുള്ള ദ്രോണരുടെയും കൃപാചാര്യരുടെയും മഹാമയനായിട്ടുള്ള പിതാമഹൻ ഭീഷ്മരുടെയും അടുക്കൽ പോയി വസ്ത്രങ്ങൾ ശേഖരിക്കണ്ട എന്ന്. അവർ മനസ്സില്ലാ മനസ്സോടെയാണ് യുദ്ധം ചെയ്തതെന്ന് അർജുനൻ അറിയാമായിരുന്നു. സമ്മോഹനാസ്ത്രത്തിന്റെ മോഹവലയത്തിൽ നിന്ന് മോചിതരായ ദുര്യോധനാദികൾക്ക് ബോധം തെളിഞ്ഞപ്പോൾ തന്നെ അർജുനനെ ആക്രമിക്കുക എന്ന് ദുര്യോധനൻ ആക്രോശിച്ചു. ഇത് കേട്ട് മഹാമയൻ പറഞ്ഞു, ദുര്യോധന, ഇത്രയുമായിട്ട് നിനക്ക് വിവേകമുദിച്ചില്ലേ? അമ്പും വില്ലുമില്ലാതെ പ്രജ്ഞയറ്റ് കിടക്കുന്ന നമ്മയൊക്കെ പാർത്ഥന് നിഷ്പ്രയാസം കൊല്ലാമായിരുന്നു. എന്നിട്ടും അവന്റെ ധർമ്മബോധവും കൊണ്ട് അവനത് ചെയ്തില്ല. ഭീമൻസു യുദ്ധത്തിൽ പോലും അധർമ്മം ചെയ്യുന്നവനല്ല.
ഇനിയും അവനോട് ഏറ്റുമുട്ടി മരിക്കുവാൻ ഇടയാകരുത്. വിജയൻ വിജയിച്ചിരിക്കുന്നു. അവൻ പശുക്കളെ കൊണ്ടുപോയി കളട്ടെ. ഇനി നാം ഇവിടെ നിൽക്കണ്ട. വേഗം രാജധാനിയിലേക്ക് മടങ്ങിപ്പോകുന്നതാണ് നല്ലത്. ദുര്യോധനൻ നെടുവീർപ്പെട്ട് മിണ്ടാതിരുന്നു. എല്ലാവരും ഭീഷ്മരുടെ നിർദ്ദേശപ്രകാരം തിരിച്ചു പോകുവാൻ തീരുമാനിച്ചു. അർജുനനും അവരോട് യാത്ര പറഞ്ഞു. അത് വിചിത്രമായ രീതിയിലായിരുന്നു. അവൻ മഹാമയനായിട്ടുള്ള ഭീഷ്മർക്കും മഹാഗുരുക്കളായിട്ടുള്ള ദ്രോണർക്കും കൃപർക്കും എന്നിവരുടെ പാദങ്ങളിലേക്ക് ഈ 2 അമ്പുകൾ എയ്തു വിട്ടു. അതവരുടെ പാദങ്ങളുടെ മുമ്പിലേക്ക് വന്ന് തറച്ചു നിന്നു. തങ്ങളുടെ പാദങ്ങളിൽ തൊട്ടു നമസ്കരിച്ചുകൊണ്ടുള്ള പാർത്ഥന്റെ യാത്ര പറച്ചിലാണ് അതെന്നവർക്ക് മനസ്സിലായി. അവർ ശ്വേതവാഹനന് മനസാ മംഗളം നേർന്നു. ദുര്യോധനനോട് പാർത്ഥൻ യാത്ര പറഞ്ഞത് മറ്റൊരു വിധത്തിലായിരുന്നു. ഒരമ്പെയ്ത് ദുര്യോധനന്റെ കിരീടം അവന്റെ ശിരസിൽ നിന്ന് പാർത്ഥൻ തട്ടിത്തെറിപ്പിച്ചു. ഭാവിയിൽ നിന്റെ കിരീടം തെറിപ്പിക്കുമെന്നുള്ള സൂചനയായിരുന്നു ഇത്. ഉള്ളിൽ ഉറഞ്ഞുകൂടിയ അമർഷം കടിച്ചമർത്തിക്കൊണ്ട് മറ്റുള്ളവരോടൊപ്പം ദുര്യോധനനും സ്ഥലം വിട്ടു. കർണനെ അവിടെ കാണുവാൻ കൂടിയില്ലായിരുന്നു. അർജുനനും ഉത്തരനും കൂടി ചിതറിയ ഗോക്കളെയും ഒന്നിച്ചു ചേർത്ത് വിരാട നഗരത്തിലേക്ക് തെളിച്ചു. അവരും പിന്നാലെ പുറപ്പെട്ടു. ശമീവൃക്ഷം നിന്ന ചുടുകാട്ടിലെത്തിയപ്പോൾ തേര് നിർത്തി അർജുനനും ഉത്തരനും തേരിൽ നിന്നിറങ്ങി. അവർ അവിടെ അല്പം വിശ്രമിച്ചു. അർജുനന്റെ ശരീരത്തിൽ ധാരാളം മുറിവുകൾ പറ്റിയിരുന്നു. എന്നാൽ അതൊന്നും ദേവന്മാരുടെയും പരമശിവന്റെയും അനുഗ്രഹത്താൽ ഒരു വിധത്തിലും അർജുനനെ പീഡിപ്പിച്ചില്ല. ശമീവൃക്ഷത്തിൽ നിന്നെടുത്ത എല്ലാ ആയുധങ്ങളും വീണ്ടും വൃക്ഷത്തിന്റെ പേടുകളിൽ തന്നെ സുരക്ഷിതമായി ഒളിച്ചു വെച്ചു. അർജുനന്റെ ധ്യാനശക്തി കൊണ്ട് ആവിർഭവിച്ച വാനരധ്വജം തേരിൽ നിന്ന് അപ്രത്യക്ഷിതമായി. അതിൻ്റെ സ്ഥാനത്ത് വിരാട രാജാവിന്റെ സിംഹധ്വജം ഉയർന്നു വന്നു. ഉത്തരനൊരു സ്വപ്നലോകത്ത് നിന്ന് തിരിച്ചു വന്ന പ്രതീതിയാണ് ഉണ്ടായത്. അനായാസമായി ബൃഹത്തായ ഒരു സൈന്യത്തെയും കേൾവി കേട്ട വില്ലാളി വീരന്മാരെയും ഒറ്റയ്ക്കിരുന്ന് എതിർത്തു തോൽപ്പിച്ച അർജുനന്റെ തേര് താൻ തെളിച്ചിരിക്കുന്നു. ഉത്തരൻ അത് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. അതേപ്പറ്റി ഓർത്തപ്പോൾ അവൻ ഹർഷപുളകിതനായി. പാർത്ഥൻ ഉത്തരനോട് പറഞ്ഞു, ഉത്തര, പാണ്ഡവന്മാർ വിരാടപുരിയിൽ താമസിക്കുന്ന രഹസ്യം അവിടെ എത്തിയാലുടൻ ആരോടും പറയണ്ട. നിന്റെ അച്ഛൻ ഈ വിവരം പെട്ടെന്നറിഞ്ഞാൽ അമ്പരക്കും. സാവധാനമായി നമുക്കിത് എല്ലാവരെയും അറിയിക്കാം. അതുവരെ നീ കൗരവരെ തോൽപ്പിച്ച് പശുക്കളെ വീണ്ടെടുത്തുവെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഉത്തരൻ പറഞ്ഞു, അയ്യോ, ഞാനെങ്ങനെ അത് പറയും? എന്നെ കൊണ്ടാവില്ല. അസാധ്യമായ ഒരു കാര്യമാണ് അങ്ങ് ചെയ്തത്. അതിൻ്റെ മേന്മ എനിക്ക് കിട്ടത്തക്കവണ്ണം ഒന്നും ഞാൻ പറയുകയില്ല. എങ്കിലും അങ്ങയുടെ നിർദ്ദേശപ്രകാരം അങ്ങയെയും സഹോദരന്മാരെയും ഞാൻ ഉടൻ വെളിപ്പെടുത്താതിരിക്കാം. അർജുനൻ വീണ്ടും ബൃഹന്തളയായി. സ്ത്രീകളുടെ വേഷം ധരിച്ചും മുടിയെല്ലാം പിന്നിക്കെട്ടിയും കൈകളിൽ നിറയെ ശംഖുവളകൾ അണിഞ്ഞും ഉത്തരനെ രഥത്തിന്റെ പിന്നിലും ഇരുത്തിയിട്ട് തേരാളിയായി കുതിരയുടെ കടിഞ്ഞാൻ കയ്യിലെടുത്തു. അവർ ശമീവൃക്ഷച്ചുവട്ടിൽ വെച്ച് കുറച്ചു ദൂരം വന്നപ്പോൾ പശുക്കളെ തേടി വരുന്ന ഗോപാലകന്മാരെ കണ്ടു. അപ്പോഴേക്കും തൊഴുത്തിലേക്ക് മടങ്ങുന്ന പശുക്കളും അവിടെ എത്തിയിരുന്നു. പശുക്കളെ തെളിച്ചുകൊണ്ടു പോകുവാൻ അവരെ ചുമതലപ്പെടുത്തി. ബൃഹന്തള അവരോട് പറഞ്ഞു, ഉത്തരൻ കൗരവരെ തോൽപ്പിച്ച് പശുക്കളെയെല്ലാം വീണ്ടെടുത്തിരിക്കുന്നു. നിങ്ങൾ രാജധാനിയിൽ എത്തിയാൽ ഉടനെ ഈ വിവരം മഹാരാജാവിനെ അറിയിക്കണം. ഞങ്ങൾ അല്പം വിശ്രമിച്ചിട്ട് പിന്നാലെ എത്തിക്കൊള്ളാം. ത്രികർത്ത രാജാവിനെ തോൽപ്പിച്ചിട്ട് വിരാട രാജാവ് രാജധാനിയിൽ മടങ്ങിയെത്തിയിരുന്നു. പൗരസഞ്ചയം അദ്ദേഹത്തെ ആഹ്ലാദത്തോടെ എതിരേറ്റു. അപ്പോഴാണ് കൗരവർ ഗോക്കളെ അപഹരിച്ചു കൊണ്ടുപോയതും അവരെ വീണ്ടെടുക്കുവാനായി രാജകുമാരൻ പോയതുമായ വിവരം അറിയുന്നത്. രാജാവ് വളരെ പരിഭ്രമിച്ചു. മഹാരഥന്മാരടങ്ങിയ കൗരവസേനയോട് ഏറ്റുമുട്ടുവാൻ തന്റെ മകൻ ഒറ്റയ്ക്ക് പോയിരിക്കുന്നുവെന്നോ? അത്രയ്ക്കുള്ള ധൈര്യം അവൻ പ്രകടിപ്പിച്ചതിൽ അദ്ദേഹം അഭിമാനം കൊണ്ടെങ്കിലും അവൻ എന്തു സംഭവിച്ചുമെന്നോർത്ത് അദ്ദേഹം ആകുലപ്പെട്ടു. ആണും പെണ്ണും കെട്ട ബൃഹന്തളയാണ് ഉത്തരന്റെ സാരഥിയായി പോരിക്കുന്നതും കൂടി കേട്ടപ്പോൾ അദ്ദേഹം വിലപിക്കുക കൂടി ചെയ്തു. തന്റെ പുത്രൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് പോലും അദ്ദേഹം സംശയിച്ചു. ഏതായാലും ത്രികർത്തന്മാരുമായുള്ള യുദ്ധത്തിൽ പരിക്കു പറ്റാത്തതായ എല്ലാ യോദ്ധാക്കളും ചതുരംഗപ്പടയോടും കൂടി ഉത്തരന്റെ സഹായത്തിനായി പോകുവാൻ രാജാവ് ആജ്ഞാപിച്ചു. പുത്രൻ എന്ത് സംഭവിച്ചിരിക്കുമെന്നോർത്ത് വിഷാദിച്ചിരിക്കുന്ന വിരാട രാജാവിനോട് യുധിഷ്ഠിരൻ പറഞ്ഞു, ബൃഹന്തളയാണ് ഭവാന്റെ പുത്രന്റെ സാരഥിയായി പോയിരിക്കുന്നതെങ്കിൽ ഭവാൻ ഒട്ടും ഭയപ്പെടേണ്ട. ഉറപ്പായും അവർ കൗരവരെ തോൽപ്പിച്ച് പശുക്കളെ വീണ്ടെടുത്ത് കൊണ്ടുവരും. അധികം താമസിച്ചില്ല. ഉത്തരനയച്ച ദൂതന്മാർ രാജസന്നിധിയിലെത്തി. കൗരവന്മാരെ തോൽപ്പിച്ച് പശുക്കളെ വീണ്ടെടുത്തതും ഉത്തരനും ബൃഹന്തളയും കൂടി ഉടൻ തന്നെ വന്നു ചേരുമെന്നും അവരറിയിച്ചു. ഈ സന്തോഷ വാർത്ത കേട്ടപ്പോൾ രാജാവ് അളവറ്റ് ആഹ്ലാദിച്ചു. വീരപരാക്രമിയായ തന്റെ പുത്രന് വീരോചിതമായ വരവേൽപ്പ് നൽകി സ്വീകരിക്കുന്നതിനുള്ള ഏർപ്പാടുകൾ ചെയ്യുവാൻ ഉത്തരമിടുകയും ചെയ്തു. രാജാവ് യുധിഷ്ഠിരനോട് പറഞ്ഞു, എടോ കങ്ക, ഇന്നൊരു സുദിനമാണ്. എൻ്റെ മകൻ പ്രഗത്ഭന്മാരായ കൗരവരെ തോൽപ്പിച്ചിരിക്കുന്നു. ഇത്രത്തോളം അജേയനായ ഒരു പുത്രൻ എനിക്കുണ്ടായല്ലോ എന്നോർക്കുമ്പോൾ ഞാൻ അഭിമാനഭരിതനാകുന്നു.
ഈ സന്തോഷം കൊണ്ടാടുവാനായി നമുക്ക് ചൂതാടി രസിക്കാം. അവർ കളിയിലേർപ്പെട്ടു. കളിക്കുന്നതിനിടയിലും വിരാട രാജാവിൻ്റെ മനസ്സിൽ മകന്റെ വിജയലഹരി നുരഞ്ഞു പൊങ്ങിക്കൊണ്ടിരുന്നു. അദ്ദേഹം കൂടെ കൂടെ ശൂരനായ തൻ്റെ പുത്രനെ പ്രശംസിച്ചുകൊണ്ടേയിരുന്നു. ഇത് കേട്ട് കങ്കൻ നല്ലതുപോലെ ചിരിച്ചു. അദ്ദേഹം പറഞ്ഞു, ബൃഹന്തള തേരാളിയായവനെ ഏത് യുദ്ധമാണ് ജയിക്കുവാൻ കഴിയാത്തത്? രാജാവിന് ബൃഹന്തളയെ പ്രശംസിച്ചത് അശേഷം പിടിച്ചില്ല. അദ്ദേഹത്തിന് കോപം വന്നു. രാജാവ് പറഞ്ഞു, നീ എൻ്റെ പുത്രനോടൊപ്പം ആ ഷണ്ടനെ സ്തുതിക്കുകയാണോ? പറയേണ്ടതും പറയാണ്ടാത്തതുമായ മനസ്സിലാക്കി സംസാരിക്കണം കങ്ക. ഭീഷ്മ ദ്രോണാദികളെ ജയിച്ച് എൻ്റെ പുത്രന്റെ കഴിവിനെ അവഗണിച്ച് സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. തൽക്കാലം ഞാൻ ക്ഷമിക്കുന്നു. ജീവിക്കുവാൻ മോഹമുണ്ടെങ്കിൽ മേലിൽ ഇപ്രകാരം മിണ്ടിപ്പോകരുത്. യുധിഷ്ഠിരൻ മറുപടി പറഞ്ഞു, രാജാവേ, മഹാമയനായിട്ടുള്ള ഭീഷ്മർ, മഹാഗുരുവായിട്ടുള്ള ദ്രോണരും കൃപരും, മഹാരഥനായിട്ടുള്ള അംഗരാജൻ വൈകർത്തനൻ കർണൻ, ദുര്യോധനൻ തുടങ്ങിയ മഹാരഥന്മാരെ എന്നല്ല, സാക്ഷാൽ ദേവേന്ദ്രനെ പോലും എതിർക്കുവാനുള്ള കഴിവ് ബൃഹന്തളയ്ക്കല്ലാതെ മറ്റാർക്കാണുള്ളത്? അങ്ങനെയുള്ളവൻ സഹായിച്ചതിൽ ഉത്തരൻ എങ്ങനെ ജയിക്കാതിരിക്കും? വിരാട രാജാവിന് കങ്കന്റെ വാക്കുകൾ തീരെ രസിച്ചില്ല. അദ്ദേഹത്തിന് അടക്കുവാൻ വയ്യാത്ത അമർഷമുണ്ടായി. കളിച്ചുകൊണ്ടിരുന്ന ചൂതുകളെടുത്ത് കങ്കന്റെ മുഖത്തേക്ക് ശക്തിയോടെ എറിഞ്ഞു. ഏറുകൊണ്ട് കങ്കന്റെ മൂക്കിൽ നിന്ന് ധാരധാരയായി രക്തം വാർന്നു. രക്തം താഴെ വീഴാതെ യുധിഷ്ഠിരൻ കൈകളിലേറ്റു. ഇതെല്ലാം കണ്ടുകൊണ്ടു നിന്നിരുന്ന ദ്രൗപദി ഓടിപ്പോയി വെള്ളം കൊണ്ടുവന്നു. കങ്കൻ രക്തം ഈ ജലപാത്രത്തിൽ വീഴ്ത്തി. ഈ സമയത്ത് ഒരു സേവകൻ പ്രവേശിച്ച് ഉത്തരനും ബൃഹന്തളയും പുറത്തു വന്ന് കാത്തു നിൽക്കുന്നുവെന്ന് അറിയിച്ചു. അവരെ ഉടൻ തന്നെ ആനയിക്കുവാൻ രാജാവ് കാൽപ്പന കൊടുത്തു. തന്റെ മൂക്കിൽ നിന്ന് രക്തം പ്രവഹിക്കുന്നത് അർജുനൻ കാണുവാനിടയായാൽ അവൻ ക്രുദ്ധനാകുമെന്നും വിരാട രാജാവിനെ ഉടൻ തന്നെ വധിക്കുമെന്നും യുധിഷ്ഠിരൻ ഭയപ്പെട്ടു. അതുകൊണ്ട് ഉത്തരൻ മാത്രം ഉടനെ വരട്ടെയെന്നും ബൃഹന്തള പിന്നീട് വന്നാൽ മതിയെന്നും യുധിഷ്ഠിരൻ സേവകനെ മാറ്റി നിർത്തി അവനോട് പറഞ്ഞു. സേവകൻ അതനുസരിച്ച് ഉത്തരനെ മാത്രം കൂട്ടിക്കൊണ്ടുവന്നു. ഉത്തരൻ അച്ഛനെ വന്ദിച്ചു. അതിനുശേഷം കങ്കൻ യുധിഷ്ഠിരനാണെന്ന് അർജുനനിൽ നിന്ന് അറിഞ്ഞിരിക്കുന്ന അവൻ കങ്കന്റെ പാദകളിൽ വീണ് നമസ്കരിച്ചു. കങ്കന്റെ മൂക്കിൽ കൂടി ചോര ഒലിക്കുന്നത് കണ്ട് അവൻ സംഭ്രമിച്ചു. ആരാണ് ഇദ്ദേഹത്തെ അടിച്ചത്? ആരാണ് ഈ കുറ്റം ചെയ്തത്? ഉത്തരൻ ഈർഷ്യയോടെ അച്ഛനോട് ചോദിച്ചു. രാജാവ് പറഞ്ഞു, ഞാനാണ് ഈ അധമനെ അടിച്ചത്. ശൂരനായി നിന്നെ ഞാൻ പുകഴ്ത്തിയപ്പോൾ ഇവൻ ആ ആണും പെണ്ണും കെട്ടവനെ പുകഴ്ത്തുന്നു. എനിക്കത് തീരെ സഹിച്ചില്ല. അയ്യോ, അച്ഛൻ ചെയ്തത് അക്ഷന്താവമായ അപരാധമാണ്. അദ്ദേഹത്തെ പ്രസാദിപ്പിക്കണം. അദ്ദേഹത്തിനോട് മാപ്പ് ചോദിക്കൂ, ഇല്ലെങ്കിൽ അച്ഛൻ വേരോടെ നശിക്കും. ഉത്തരൻ ഉദ്വേഗത്തോടെ പറഞ്ഞു. ഉത്തരൻ രാജാവിന്റെ ആരാധനാപാത്രമായിട്ടാണല്ലോ ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് കങ്കനോട് മാപ്പ് ചോദിക്കുവാൻ അവൻ നിർദ്ദേശിച്ചപ്പോൾ മറ്റൊന്നും ആലോചിക്കാതെ രാജാവ് അതിന് വഴിപ്പെട്ടു. അദ്ദേഹം കങ്കനെ സ്വാന്തനപ്പെടുത്തി അദ്ദേഹത്തോട് മാപ്പ് ചോദിച്ചു. യുധിഷ്ഠിരൻ പറഞ്ഞു, രാജാവേ, എനിക്കൊട്ടും കോപമില്ല. ഞാനെല്ലാം പുറത്തിരിക്കുന്നു. അപ്പോഴേക്കും യുധിഷ്ഠിരന്റെ മൂക്കിൽ നിന്നുള്ള ചോരയുടെ വരവ് നിലച്ചിരുന്നു. ബൃഹന്തളയെ കൂട്ടിക്കൊണ്ടുവരുവാൻ ഉത്തരൻ നിർദ്ദേശിച്ചപ്പോൾ യുധിഷ്ഠിരൻ വിലക്കിയില്ല. ബൃഹന്തള രാജാവിന്റെയും കങ്കന്റെയും മുന്നിലെത്തി. അവരെ വന്ദിച്ചിട്ട് ഒതുങ്ങി മാറി നിന്നു. രാജാവ് ഉത്തരനെ വാരോളം പുകഴ്ത്തി. അദ്ദേഹം അഭിമാന വംദ്രജനായി പ്രശംസ തുടർന്നു. 1000 അമ്പെയ്താൽ ഒന്നുപോലും പിഴയ്ക്കാതെ ലക്ഷ്യത്തിൽ കൊള്ളിക്കുന്ന കർണൻ, ലോകത്തിലുള്ള സർവ്വയോദ്ധാക്കളെയും വെല്ലുന്ന ഭീഷ്മർ, എല്ലാവർക്കും ആചാര്യനുമായ, എല്ലാ അസ്ത്രവിദ്യകളിൽ സുസമ്മതനുമായ ദ്രോണൻ, അസ്ത്രവിദ്യയിൽ പടുത്വമേറിയ ദ്രൗണി, പർവ്വതങ്ങളെ പോലും ഭേദിക്കത്തക്ക വിധം അസ്ത്രമെയ്യുവാൻ കഴിവുള്ളവനാണ് ദുര്യോധനനും അശ്വത്ഥാമാവും എന്നിങ്ങനെയുള്ള വീരന്മാരെ തോൽപ്പിച്ച വിജയശ്രീ ലാളിതനായി വന്ന എൻ്റെ ഓമന മകനെ, നിന്റെ വീരശൂര പരാക്രമങ്ങൾ ഓർത്ത് ഒരു പുത്രനെ ലഭിച്ച എന്നേക്കാൾ ഭാഗ്യവാൻ ആരാണ്? വിരാട രാജാവ് വികാരഭരിതനായി ഉത്തരനെ വാരിപ്പുണർ. അച്ഛന്റെ സ്തുതി കേട്ടപ്പോൾ അഭിമാനിക്കുന്നതിന് പകരം ഉത്തരന് ലജ്ജയാണുണ്ടായത്. കൗരവ പടയെ കണ്ട് എലിയെപ്പോലെ ഭയന്നു പറിച്ച തന്നെ അച്ഛൻ ഇതാ സിംഹപരാക്രമനായി കൊണ്ടാടുന്നു. എങ്ങനെ നാണിക്കാതിരിക്കും? ഉത്തരൻ പറഞ്ഞു, അച്ഛൻ തെറ്റിദ്ധരിച്ചാണ് എന്നെ പുകഴ്ത്തുന്നത്. ശത്രുക്കളെ ജയിച്ച് പശുക്കളെ വീണ്ടെടുത്തത് ഞാനല്ല, ഒരു ദേവകുമാരനാണ്. ഹോ, അവന്റെ പരാക്രമം ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. ഭീഷ്മരും ദ്രോണരും കർണനും ദുര്യോധനും ഒക്കെ അവനെ ഒറ്റയ്ക്കും കൂട്ടായും എതിർത്തു. പക്ഷെ അവരെയൊക്കെ അവസാനം തോറ്റു തുന്നമ്പാടി തന്നെ ഓടിപ്പോയി. രാജാവ് ആശ്ചര്യത്തോട് ചോദിച്ചു, അങ്ങനെയോ? എവിടെയാ ദേവകുമാരൻ? നിന്നെയും എൻ്റെ ഗോധനത്തെയും രക്ഷിച്ച ആ ദേവകുമാരനെ പൂജിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഉത്തരൻ ഒഴിഞ്ഞു മാറി നിന്നിരുന്ന ബൃഹന്തളയെ സാഹൂതം നോക്കി ഒരു കപടച്ചിരിയോടെ പറഞ്ഞു, ആ മഹാബാഹു അവിടെ തന്നെ മറഞ്ഞു. നാളെയോ മറ്റന്നാളോ അവൻ അങ്ങയുടെ മുന്നിൽ പ്രത്യക്ഷനാകും. ഉത്തരനും ബൃഹന്തളയും കൂടി അന്തഃപുരത്തിലെത്തി. യുദ്ധഭൂമിയിൽ നിന്ന് ശേഖരിച്ചു കൊണ്ടുവന്നിരുന്ന വിലപിടിച്ച വസ്ത്രങ്ങൾ രാജകുമാരിക്ക് സമ്മാനിച്ചു. അവർ സഹർഷം അതെല്ലാം സ്വീകരിച്ചു. അവരോട് നന്ദി പറയുകയും ചെയ്തു.
ഇതിനെല്ലാം സാക്ഷിയായി നിന്ന മാലിനിയുടെ കണ്ണുകളിൽ കൂടി ആനന്ദബാഷ്പം ഒഴുകി. അവൾ കടക്കണ്ണുകൊണ്ട് തന്റെ പ്രാണനാഥനെ കടാക്ഷിച്ചു. അവൾ പറഞ്ഞു, ബൃഹന്തള ഉത്തമ സാരഥിയാണെന്ന് ഇപ്പോൾ ഉത്തരന് ബോധ്യമായി കാണും. ഉത്തരൻ ആദരവോടെ പാഞ്ചാലിയെ വന്ദിച്ചു. പശുക്കളെ വീണ്ടെടുത്തതിന്റെ 3-ാം ദിവസം പാണ്ഡവന്മാരും പാഞ്ചാലിയും രാജകീയമാം വിധത്തിൽ വസ്ത്രം ധരിച്ച് രാജസഭയിൽ പ്രവേശിച്ചു. മന്ത്രിമുഖ്യന്മാരും സമാന്ത പ്രഭുക്കരും സഭയിലിരിക്കുന്നുണ്ടായിരുന്നു. രാജാവ് എത്തിയിരുന്നില്ല. പാണ്ഡവന്മാർ കൂസലില്ലാതെ കടന്നുവന്ന് പ്രധാന വേദിയിലുണ്ടായിരുന്ന രാജമഞ്ചങ്ങളിൽ കയറിയിരുന്നു. ഇത് കണ്ടെല്ലാവരും ആശ്ചര്യപ്പെട്ടു. തലേ ദിവസം വരെ രാജാവിന്റെ ആശ്രിതന്മാരായി കഴിഞ്ഞിരുന്നവർ ഇന്നിതാ രാജാവിന്റെ സിംഹാസനത്തോടൊപ്പം കിടന്നിരുന്ന വിശിഷ്ടമായ പീഠങ്ങളിൽ കയറിയിരിക്കുന്നു. സൈരന്തരിയായി അന്തഃപുര സ്ത്രീകൾക്ക് ദാസ്യം ചെയ്തിരുന്ന മാലിനി രാജ്ഞിയെ പോലെ ഉടുത്തൊരുങ്ങി ലജ്ജയില്ലാതെ കങ്കന്റെ തൊട്ടടുത്ത പീഠത്തിലിരിക്കുന്നു. ഇതെന്ത് കഥയെന്നോർത്ത് എല്ലാവരും അമ്പരന്നു. പാണ്ഡവന്മാരുടെ പ്രൗഢമായ ഭാവവാഹാദികളും ഉജ്ജ്വലമായ തേജസ്സും ലക്ഷ്മി ദേവിക്ക് സദൃശ്യമായ പാഞ്ചാലിയുടെ അംഗഭംഗിയും കണ്ടപ്പോൾ ഇവർ തന്നെയാണോ രാജാവിന്റെ സേവകന്മാരായി ഇതുവരെ കഴിഞ്ഞുകൂടിയിരിക്കുന്നതെന്ന് പോലും സഭാവാസികൾക്ക് സംശയമായി. ഏതായാലും രാജാവ് ഉടൻ തന്നെ സഭയിലെത്തുമെന്നും അപ്പോൾ ഇതിന്റെ രഹസ്യം അറിയാമല്ലോ എന്നും കരുതി ആരുമൊന്നും മിണ്ടിയതേയില്ല. അങ്ങനെ എല്ലാവരും രാജാവിന്റെ വരവ് ആകാംക്ഷയോടെ കാത്തിരുന്നു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ വിരാട രാജാവ് സഭയിലെത്തി. തന്റെ സിംഹാസനത്തോട് ചേർത്തിട്ടിരിക്കുന്ന വിശിഷ്ടാസനത്തിൽ ഉപവിഷ്ടനായിരുന്ന പാണ്ഡവന്മാരെയും പാഞ്ചാലിയും അദ്ദേഹം കണ്ടു. അദ്ദേഹത്തിന് ആദ്യം ആശ്ചര്യം തോന്നിയെങ്കിലും പെട്ടെന്ന് രാജാവ് രോഷാകുലനായി. വിരാടൻ ചോദിച്ചു, എടോ കങ്ക, നീ ഇങ്ങനെ ചമഞ്ഞൊരുങ്ങി ഈ വിശിഷ്ടാസനത്തിൽ കയറിയിരിക്കുന്നത് എന്താണ്? കൊട്ടാരത്തിലെ ചൂതിക്കളിക്കാരനായി നിനക്ക് അതിനുള്ള അർഹതയുണ്ടോ? യുധിഷ്ഠിരൻ ചിരിച്ചു. ഒന്നും മറുപടി പറഞ്ഞില്ല. അർജുനനാണ് മറുപടി പറഞ്ഞത്. അർജുനൻ പറഞ്ഞു, രാജൻ, ഇദ്ദേഹം ഇന്ദ്രന്റെ അർദ്ധാസനം സ്വീകരിക്കുവാൻ പോലും അർഹനാണ്. ഇദ്ദേഹം ധർമ്മം അവതാരമെടുത്ത മൂർത്തിയാണ്. വീരന്മാരിൽ വെച്ച് വീരനാണ്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന ബുദ്ധിശാലിയാണ്. മഹർഷിമാർക്ക് തുല്യനായ രാജഹർഷിയാണ്. ഇദ്ദേഹം ഗുരുക്കളിൽ ശ്രേഷ്ഠനായ ധർമ്മപുത്രനായ യുധിഷ്ഠിരനാണ്. ഇദ്ദേഹത്തിന്റെ തേജസ് ഉദയസൂര്യന്റെ രശ്മി പോലെയാണ്. മുനിമാർ ഈ രാജാവിനെ വാഴ്ത്തിയിരുന്നു. കൗരവന്മാർ കിങ്കരന്മാരെ പോലെ ഇദ്ദേഹത്തെ സേവിച്ചിരുന്നു. ഇപ്രകാരമുള്ള ഈ പാണ്ഡവശ്രേഷ്ഠൻ രാജഹർമ്മമായ സിംഹാസനത്തിൽ ഇരിക്കുവാൻ അർഹനല്ലെന്നാണോ പറയുന്നത്? അർജുനന്റെ വാക്കുകൾ കേട്ടപ്പോൾ വിരാട രാജാവും സഭാവാസികളും അത്യധികമായ വിസ്മയം കൊണ്ട് അബോധാവസ്ഥയിലായെന്നതുപോലെ കണ്ണും മിഴിച്ചിരുന്നു പോയി. 1 വർഷം സേവകനെ പോലെ തന്റെ കൂടെ താമസിച്ചിരുന്ന ഈ രാജാതിരാജൻ ധർമ്മപുത്രനായ ചക്രവർത്തി സാമ്രാട്ടാണെന്നോ? അയ്യോ, അദ്ദേഹത്തോട് താൻ എന്തെല്ലാം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ നിന്ദിക്കുക പോലും ചെയ്തിട്ടില്ലേ? ഇതെല്ലാം ഓർത്തപ്പോൾ രാജാവിന് വിസ്മയത്തിന് പുറമെ ഭയവും സംഭ്രമവും കൂടി ഉണ്ടായി. അദ്ദേഹം അർജുനനോട് എന്തോ ചോദിക്കുവാൻ ഒരുമ്പെട്ടു. എന്നാൽ വാക്കുകൾ തൊണ്ടയിൽ കുടുങ്ങിയല്ലാതെ പുറത്തേക്ക് വന്നില്ല. അർജുനൻ തുടർന്നു, അങ്ങ് ചോദിക്കുവാൻ ഭാവിച്ചത് എന്താണെന്ന് എനിക്കറിയാം. യുധിഷ്ഠിരന്റെ സഹോദരന്മാരെ പറ്റിയല്ലേ? അതാ, യുധിഷ്ഠിരന്റെ വലതുവശത്തിരിക്കുന്ന വല്ലഭൻ വായുപുത്രനായ ഭീമസേനനാണ്. അങ്ങയുടെ പാചകക്കാരനായി ഇവിടെ കഴിഞ്ഞുകൂടിയ ഈ വീരനാണ് അങ്ങയെയും അന്തഃപുര സ്ത്രീകളെയും രസിപ്പിക്കുന്നതിനു വേണ്ടി ആനയോടും സിംഹത്തോടും മറ്റും പോരാടിയതും മറ്റു മല്ലന്മാരോട് ഏറ്റുമുട്ടി അങ്ങയുടെ മാനം കാത്തതും. ഇദ്ദേഹമാണ് കീചകനെയും അവന്റെ ബന്ധുക്കളെയും കൊന്ന ഗന്ധർവൻ. അതിനപ്പുറത്തിരിക്കുന്ന ദേവതുല്യന്മാരായ 2 പേരും നകുല സഹദേവന്മാരാണ്. ഇവരാണ് അങ്ങയുടെ കുതിരപ്പന്തിയിലും ഗോശാലയിലും പ്രച്ഛന്ന വേഷധാരികളായി കഴിഞ്ഞുകൂടിയിരുന്ന മാതൃ സൂതന്മാർ. ദ്രുപദ രാജാവിന്റെ യാജ്ഞാഗ്നിയിൽ നിന്ന് ജ്യോതിസായി ഉയർന്നു വന്ന നീലോൽപ്പത്തിന്റെ നിറമാർന്ന ഉമാദേവിയെ പോലെ ശോഭിക്കുന്ന ദ്രൗപദിയാണ് യുധിഷ്ഠിരന്റെ പാർശ്വഭാഗത്തിരിക്കുന്ന മഹിളാരത്നം. ഇവരാണ് കഴിഞ്ഞ 1 വർഷം അങ്ങയുടെ അന്തഃപുരത്തിൽ സൈരന്ധ്രിയായി കഴിഞ്ഞുകൂടിയ മാലിനി. ഇവരെയെല്ലാം അങ്ങയ്ക്ക് പരിചയപ്പെടുത്തിയിരിക്കുന്ന ഞാനാണ് മധ്യമ പാണ്ഡവനായ അർജുനൻ. കൗരവന്മാരെ തോൽപ്പിച്ച് ഗോക്കളെ വീണ്ടെടുത്ത ദേവകുമാരൻ എന്ന് ഉത്തരൻ അങ്ങയോട് പറഞ്ഞത് എന്നെ പറ്റിയാണ്. ഞങ്ങൾ 12 വർഷത്തെ വനവാസം കഴിഞ്ഞ് 1 കൊല്ലത്തെ അജ്ഞാതവാസത്തിനായി ഇവിടെ പ്രച്ഛന്ന വേഷത്തിൽ താമസിച്ചതാണ്. 1 വർഷം പൂർത്തിയായി. ഇനിയും പ്രച്ഛന്ന വേഷം ആവശ്യമില്ല. ആകയാൽ ഞങ്ങൾ സ്വന്തം വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഉത്തരൻ ആ അവസരത്തിൽ അർജുനനും കൗരവന്മാരും തമ്മിൽ നടന്ന അത്ഭുതകരമായ യുദ്ധത്തെപ്പറ്റി എല്ലാവർക്കും വിശദമായി വിവരിച്ചു കൊടുത്തു. വിരാട രാജാവ് യുധിഷ്ഠിരനെ വന്ദിച്ചു. അറിയാതെ വല്ലാതെ തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൊറുക്കണമെന്ന് വിരാടൻ അദ്ദേഹത്തോട് അപേക്ഷിക്കുകയും ചെയ്തു. രാജാവ് തുടർന്നു, ഇതെല്ലാം ദൈവഗിത സംഭവിച്ചതാണ്. നാം തമ്മിലുള്ള മൈത്രി ദൃഢപ്പെടുത്തണം. അതിലേക്കായി അർജുനൻ സമ്മതിക്കുന്ന പക്ഷം എന്റെ പുത്രി ഉത്തരയെ അർജുനന് വിവാഹം ചെയ്തു കൊടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിരാടൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ സഹോദരന്മാരെയെല്ലാം അർജുനന്റെ അഭിപ്രായം എന്തെന്നറിയാനുള്ള ആകാംക്ഷയോടെ അദ്ദേഹത്തെ നോക്കി. അർജുനൻ പറഞ്ഞു, രാജാവേ, ഞാൻ അന്തഃപുരത്തിലേക്ക് പാർക്കുമ്പോൾ ഉത്തരയെ പുത്രിയെ പോലെ സ്നേഹിച്ചു. അവളെ പാട്ടും നൃത്തവും പഠിപ്പിച്ചത് കാരണം ഞാൻ അവളുടെ ഗുരുവുമായി. അങ്ങനെയുള്ള ഉത്തരയെ വിവാഹം കഴിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് ധർമ്മവുമല്ല.
എന്നാൽ അവളെ എൻ്റെ സംശയായി ഞാൻ സ്വീകരിക്കുന്നു. ശ്രീകൃഷ്ണന്റെ മരുമകനും സർവാസ്ത്രങ്ങളും അറിഞ്ഞവനും മഹാബാഹുവുമായ അഭിമന്യു എൻ്റെ പുത്രനാണ്. അവൻ ഉത്തരയ്ക്ക് ചേർന്ന ഉത്തമനായ വല്ലഭനായിരിക്കും. അർജുനന്റെ നിർദ്ദേശം വിരാടൻ സംതൃപ്തിയോടും സന്തോഷത്തോടും കൂടി സ്വീകരിച്ചു. പാണ്ഡവന്മാർ പാഞ്ചാലിയോടും കൂടി മത്സ്യരാജ്യത്ത് തന്നെയുള്ള ഉപപ്രാവ്യം എന്ന നഗരത്തിലേക്ക് താമസം മാറ്റി. ശ്രീകൃഷ്ണനെയും സുഭദ്രയെയും അഭിമന്യുവിനെയും വരുത്തി. ദ്രുപദ രാജാവും ദൃഷ്ടദ്യുമ്നനും ദ്രൗപദിയുടെ പുത്രന്മാരും വന്നു ചേർന്നു. പാണ്ഡവന്മാരുടെ ബന്ധുരാജാക്കന്മാർ അക്ഷൗഹിണി പടയുമായി സന്നിഹിതരായി. എല്ലാവരെയും വിരാടൻ വേണ്ട വിധത്തിൽ സ്വീകരിച്ച് സൽക്കരിച്ചു. വളരെ ആർഭാടത്തോടെ കെങ്കേകമായി വിവാഹം നടത്തുന്നതിനുള്ള ഏർപ്പാടൊക്കെ വിരാട രാജാവ് ചെയ്തു. ഒരു ശുഭമുഹൂർത്തത്തിൽ അഭിമന്യു അങ്ങനെ ഉത്തരയെ പാണീഗ്രഹണം ചെയ്തു. ഇതോടുകൂടി മഹാഭാരതം വിരാട പർവവും സമാപിച്ചിരിക്കുകയാണ്. ഇനി പറയുവാൻ പോകുന്നത് മഹാഭാരതത്തിലെ 5ാമത്തെ പർവമായിട്ടുള്ള, അതായത് ആദിപർവം, സഭാപർവം, വനപർവം, വിരാടപർവവും കഴിഞ്ഞിട്ടുള്ള മഹാഭാരതം ഉദ്യോഗപർവത്തിന്റെ കഥകളാണ്. തുടരും.